ക്യാൻസർ കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നിപ്പിക്കുന്നൊരു വാക്ക്. ഈ ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ സിംറ്റംസ് കാണിക്കുമ്പോൾ നമ്മളതിന് വേണ്ട ഇവാലുവേഷൻ ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്? ഈ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്താണ്? അനിയന്ത്രിതമായിട്ട് പെറ്റുപെരുകുന്ന ഇൻക്രീസ്ഡ് ഗ്ലൂക്കോസ് അപ്ടേക്കുള്ള ഏതെങ്കിലും സെൽസോ ഗ്രൂപ്പ് ഓഫ് സെൽസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെറ്റ് സ്കാനിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പെറ്റ് സ്കാൻ വഴി അത് പൂർണ്ണമായിട്ടും ദൂരീകരിക്കാനായിട്ട് പ്രത്യേകമായിട്ടും ഓർക്കുക. നമ്മുടെ തന്നെ കോശങ്ങൾ തന്നെ കാർന്ന് തിന്നുന്ന ഒരവസ്ഥ, അതായത് അവരെ സ്റ്റാർവ് ചെയ്ത് അവരെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്നുള്ളത്. അതിന് വേറൊന്നുമല്ല, നമ്മൾ കൃത്യമായിട്ടുള്ള ഫാസ്റ്റിംഗ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ക്യാൻസർ കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നിപ്പിക്കുന്നൊരു വാക്ക്. ഈ ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ സിംറ്റംസ് കാണിക്കുമ്പോൾ നമ്മളതിന് വേണ്ട ഇവാലുവേഷൻ ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്? ഈ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്താണ്? ഇപ്പം ക്യാൻസറിനെ നശിപ്പിക്കാനായിട്ട്, ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാൻ നമുക്കിപ്പോൾ ഒരു റൂമിലുള്ളവരെ എല്ലാവരെയും പുറത്താക്കണമെന്ന് വിചാരിക്കുക. അവരെല്ലാവരെയും വെടിവെച്ച് കൊല്ലണമെന്നില്ല. അവരെ എല്ലാവരെയും കഴുത്തിന് തള്ളി പുറത്താക്കണമെന്നില്ല. പകരം നമുക്ക് ആ ഫാനിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തെന്നാൽ, ആ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കതകും ജനലുകളും എല്ലാം അങ്ങ് അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും വേണ്ട സന്ദേശം കിട്ടും. അവർ പതുക്കെ അങ്ങ് ഇറങ്ങി പുറത്തു പോകും. ഇതുപോലെ ക്യാൻസർ സെൽസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്ത് നിർത്താൻ, അല്ലെങ്കിൽ അവരെ പുറത്താക്കാനായിട്ടുള്ള വളരെ നാച്ചുറലായിട്ടുള്ളൊരു മാർഗമുണ്ട്. അതെന്താണ് എന്നുള്ളത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. ആദ്യമേ തന്നെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ: അനിയന്ത്രിതമായ പനി, അതായത് നാളുകളായിട്ട് വളരെ കടുത്ത രീതിയിലുള്ള പനി, എന്താണ് കാരണമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതേപോലെ വെയിറ്റ് കുറഞ്ഞു പോവുക, വണ്ണം. ഇപ്പം നമുക്ക് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വെയിറ്റ് ലോസ്, നമ്മൾ വേണമെന്ന് വിചാരിച്ച് ഡയറ്റ് ചെയ്തിട്ടോ എക്സസൈസ് ചെയ്തിട്ടോ ഒന്നുമല്ല, ഒരു കാര്യവും ഇല്ലാതെ 5 കിലോ 10 കിലോ ഒക്കെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നഷ്ടപ്പെടുക. എപ്പോഴും ഫുള്ളാണ് എന്നൊരു തോന്നുക, അതായത് അനോറെക്സിയ, നമുക്ക് ഭക്ഷണം കഴിക്കാനേ തോന്നുന്നില്ല, എപ്പോഴും നമ്മൾ വയറ് ഫുള്ളാണ്, അല്ലെങ്കിൽ നമുക്ക് വിശപ്പ് തോന്നുന്നേ ഇല്ല എന്നുള്ളൊരവസ്ഥ. നമുക്ക് അവിടെ ഇവിടെയായിട്ട് പല സ്വെല്ലിങ്, പല മുഴകൾ ഉണ്ടാവുക. ഏറ്റവും പ്രധാനമായിട്ടും ഈ ലിംഫ് നോഡ്, കഴലകൾ എന്ന് പറയുന്ന കഴുത്തിൻ്റെ അവിടെ, അല്ലെങ്കിൽ കഷത്തിൽ, നമ്മുടെ തുടയിടുക്കുകളിൽ, മറ്റ് ഈ ചെവിയുടെ പുറകിലായിട്ട് ഒക്കെ എന്തെങ്കിലും മുഴകളായിട്ട് വരിക. അവിടെ എന്തെങ്കിലും വീക്കോ അല്ലെങ്കിൽ വേദനകളോ ഉണ്ടാവുക. പിന്നെ ഓരോ തരത്തിലുള്ള ക്യാൻസറിനും ഓരോ ലക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ തൈറോയിഡിൻ്റെ ക്യാൻസറിന് അവിടെ മുഴകളായിട്ട്, നോഡ്യൂളായിട്ട് വരാം. അപ്പോൾ പലപ്പോഴും പല ക്യാൻസറുകളും നമ്മൾ തുടക്കത്തിൽ തന്നെ സ്വെല്ലിംഗ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും അത് ചികിത്സിച്ചെന്നാൽ ക്യാൻസർ ആകാതെ മാറാനായിട്ട് നമുക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ ഒരു സെല്ലിന്, ഒരു കോശത്തിന്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിന് ഭ്രാന്ത് പിടിച്ചതുപോലെ പെറ്റുപെരുകയാണ്. അത് അൺകൺട്രോൾഡ് പ്രോലിഫറേഷൻ ഓഫ് സെൽസ് എന്നാണ് നമ്മൾ നിയോപ്ലാസം എന്ന ടെർമിനോളജിയിൽ വിശേഷിപ്പിക്കുക. ക്യാൻസറിൻ്റെ മെഡിക്കൽ ടെർമിനോളജിയാണ് ഈ നിയോപ്ലാസം, അല്ലെങ്കിൽ മലിഗ്നൻസി എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സ്വെല്ലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ അതിൻ്റെ ബയോപ്സി, അല്ലെങ്കിൽ മിനിമം ഒരു FNAC ടെസ്റ്റിംഗ് ചെയ്യുക, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയുന്ന ടെസ്റ്റ്. അതുപോലെ സ്ത്രീകൾക്കാണെങ്കിൽ, നമ്മുടെ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ പറയാൻ മടിയാണ്. അപ്പോൾ അവരുടെ ബ്രസ്റ്റിൽ എന്തെങ്കിലും നൊഡ്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മക്കളോടെങ്കിലും അത് തുറന്ന് പറയുകയോ, അല്ലെങ്കിൽ മക്കൾ ഇടയ്ക്ക് ചോദിച്ചിട്ടാണെങ്കിലും മനസ്സിലാക്കുക. അപ്പം അവർ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ ബ്രസ്റ്റിലൊരു നൊഡ്യൂളായിട്ടോ സ്വെല്ലിംഗ് ആയിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ തന്നെ ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിന് വേണ്ട പരിശോധനകൾ ചെയ്യണം. അതുപോലെ ബ്ലീഡിങ്, അത് ഏതെങ്കിലും ഒരു നാച്ചുറൽ ഓറിഫിസിൽ നിന്ന്, ചിലപ്പം മൂക്കിലൂടെ ബ്ലഡ് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചുമയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ കഫത്തിൻ്റെ കൂടെ ചോര മയം കാണുന്നതാവാം. വയറ്റിൽ നിന്ന് പോകുമ്പോൾ ബ്ലീഡിങ് ആയിട്ട് ഉണ്ടാവുക. സ്ത്രീകൾക്കാണെങ്കിൽ വജൈനൽ ബ്ലീഡിങ്, പീരീഡ്സിൻ്റെ സമയം അല്ലെങ്കിൽ പോലും ബ്ലീഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക. പീരീഡ്സിൻ്റെ സമയത്ത് 5, 6, 7 ദിവസമൊക്കെ ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക തുടങ്ങിയുള്ള പ്രശ്നങ്ങളുണ്ടാവുക. വൈറസ് സംബന്ധമായിട്ടുള്ള ഓൾട്ടേർഡ് ബവൽ ഹാബിറ്റ്സ്,
അല്ലെങ്കിൽ യൂറിനറി സിംറ്റംസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവുക. യൂട്രസിൻ്റെ അല്ലെങ്കിൽ എൻഡോമെട്രിയൽ ക്യാൻസർ അല്ലെങ്കിൽ ഒവേറിയൻ ക്യാൻസർ, സെർവിക്സ്, ഇതിനെല്ലാം പലതരത്തിലുള്ള ലക്ഷണങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ എന്ത് കണ്ടെന്നാലും നിങ്ങൾക്ക് ഒരു സുഹൃത്തിനെ പോലെ സംസാരിക്കാവുന്ന ഒരു ഡോക്ടറിനെ കണ്ടെത്തി അതിന് വേണ്ട ഇവാലുവേഷൻ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾക്കൊന്നും വലിയ പൈസയാകുന്നതല്ല. അപ്പോൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാനായിട്ട് കൂടിപ്പോയെന്നാൽ 800 രൂപയാവത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഇങ്ങനെയുള്ള ക്യാൻസറിൻ്റെ എന്തെങ്കിലും തുടക്കമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ച് അവനെ നമുക്ക് പുറത്താക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ബ്രെയിനിൽ ക്യാൻസർ ഉണ്ടാകുമ്പോഴേക്കും, എന്തെങ്കിലും ബ്രെയിൻ ട്യൂമറായിട്ട് ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് തലവേദന, തലകറക്കം, ക്ഷീണം, ആളുടെ മെൻ്റൽ സ്റ്റേറ്റസ് തന്നെ മാറുന്ന, ക്യാരക്ടർ മാറുന്ന രീതിയിൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണിക്കുക, അതുപോലുള്ള ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ പോലും ഇതിൻ്റെ തുടക്ക ലക്ഷണങ്ങളായിട്ട് ചിലപ്പോൾ കാണാറുണ്ട്. അപ്പം ക്യാരക്ടർ മാറുന്ന രീതിയിൽ, അതായത് ഇൻട്രാക്രൈനിയൽ പ്രഷർ കൂടുന്ന രീതിയിൽ, നമ്മുടെ സ്കള്ളിനുള്ളിലുള്ള പ്രഷർ കൂടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ലീഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സിംറ്റം ആയിരിക്കും. അതുപോലെ ലങ് ക്യാൻസർ ആണെങ്കിൽ ലങ്സിനിടയിലുള്ള സ്പേസാണ് മീഡിയാസ്റ്റൈനം എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ക്യാൻസറുകളാണ് പലപ്പോഴും ലിംഫോമ, സെമിനോമ തുടങ്ങിയ ക്യാൻസറുകളൊക്കെ. അപ്പോൾ പല സെലിബ്രിറ്റീസും യുവരാജ് സിംഗിനെ പോലെ, മമത മോഹൻദാസ് എന്ന നടിയെപ്പോലെ ഒക്കെ പല ആൾക്കാരും ഇങ്ങനെയുള്ള ക്യാൻസറിൽ നിന്നും പൂർണ്ണമായിട്ടും മുക്തി പ്രാപിച്ച് ജീവിതത്തിലേക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ തിരിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ എന്ത് സിംറ്റംസ് ഉണ്ടായെന്നാലും നമ്മൾ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കുന്നതിനോ, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ഏറിപ്പോയെന്നാൽ ഒരു CT സ്കാൻ ചെയ്ത് നോക്കുന്നതിനോ ഒന്നും ഒരുപാട് പൈസ ചിലവാക്കേണ്ട ആവശ്യം വരത്തില്ല. നമ്മൾ എന്തെങ്കിലും സംശയകരമായിട്ട് കണ്ടെന്നാൽ മാത്രമേ പെറ്റ് സ്കാൻ എന്ന് പറയുന്ന പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി, നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ക്യാൻസർ സെൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാനുള്ള ഒരു സ്കാനിങ്, നൂതനമായിട്ടുള്ളൊരു ടെക്നോളജിയാണ് ഈ പെറ്റ് സ്കാൻ എന്ന് പറയുന്നത്. അപ്പം അനിയന്ത്രിതമായിട്ട് പെറ്റുപെരുകുന്ന, ഇൻക്രീസ്ഡ് ഗ്ലൂക്കോസ് അപ്ടേക്കുള്ള ഏതെങ്കിലും സെൽസോ ഗ്രൂപ്പ് ഓഫ് സെൽസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെറ്റ് സ്കാനിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പെറ്റ് സ്കാൻ വഴി അത് പൂർണ്ണമായിട്ടും ദൂരീകരിക്കാനായിട്ട് പ്രത്യേകമായിട്ടും ഓർക്കുക. ഇനി ഈ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് ഓർക്കുക. ഏറ്റവും പ്രധാനം നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് എല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ്. ദുശീലങ്ങൾ, പ്രത്യേകിച്ചും സ്മോക്കിംഗ്, ആൽക്കഹോൾ. ഈ പുകവലിക്കാറ്, എൻ്റെ സുഹൃത്തിന് നല്ല പോലെ വലിക്കുന്നവനാണ്, അവന് ഇതുവരെ ക്യാൻസർ ഉണ്ടായിട്ടില്ല, എന്നാൽ ഒട്ടും വലിക്കാത്ത എനിക്ക് ക്യാൻസർ വന്നല്ലോ എന്ന് പലരും പരാതി പറയാറുണ്ട്. ഒരു ആപ്പിൾ പോലും സോപ്പിട്ട് കഴിക്കുന്ന എനിക്ക് ക്യാൻസർ വന്നു, എന്നാൽ ഡെയിലി 2 പാക്കറ്റ് വലിക്കുന്ന അവന് ക്യാൻസർ വന്നില്ല എന്ന് പറയാം. പലപ്പോഴും നമ്മളിതിന് ഒരു ഉദാഹരണം പറയുക, നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോഴത്തേക്കും ഹെൽമെറ്റ് വെക്കാൻ പറയുന്നത് തല സേഫായിരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഹെൽമെറ്റ് വെച്ചിട്ടുള്ള ആൾക്കാരും അപകടത്തിൽ മരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഹെൽമെറ്റ് വെച്ച് പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടായെന്നാലും നമ്മുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞേക്കും. പലപ്പോഴും ചെറിയ ഇഞ്ചുറീസ് കൊണ്ട് തന്നെ നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റിയേക്കും. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ സ്മോക്കിംഗ്, ആൽക്കഹോൾ പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദുശീലങ്ങൾ ഉപേക്ഷിച്ചെന്നാൽ നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് പല പഠനങ്ങളിലും വളരെ വ്യക്തമായിട്ട് തന്നെ തെളിയിക്കപ്പെട്ടുള്ളതാണ്. ഇനി വളരെ ഭാഗ്യശാലികളായിട്ടുള്ള ആൾക്കാരുണ്ടാവാം, നല്ല പുകവലിച്ച് നല്ല ഡ്രിങ്ക്സും കഴിച്ച് 75-80 വയസ്സ് വരെയൊക്കെ ജീവിച്ചിട്ടുള്ള ഭാഗ്യശാലികളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതം വെച്ച് എന്തിനങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നു? എല്ലാവരും സന്തോഷമായിട്ട് ഏറ്റവും ആയുസ് എൻജോയ് ചെയ്ത് തന്നെ ജീവിക്കാനായിട്ട് നോക്കുകയല്ല ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പലപ്പോഴും പല രീതിയിലുള്ള മാലിന്യങ്ങളും കണ്ടാമിനേഷനും ഉണ്ടാകുന്നത് വഴി അത് ഒരു ക്യാൻസർ സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പാകത്തിനാണ്. നമുക്ക് ഏറ്റവും കേരളീയരുടെ ദേശീയ ഭക്ഷണമായിട്ടുള്ള പൊറോട്ടയും ബീഫും തന്നെ എടുക്കാം. ഈ പൊറോട്ട എന്ന് പറയുന്നത് മൈദയാണ്. മൈദ എന്ന് പറയുന്നത് വളരെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളൊരു സാധനമാണ്. അതുപോലെ റെഡ് മീറ്റ് ഗണത്തിൽപ്പെടുന്ന അത് ബീഫ്, പോർക്ക്, മട്ടൺ തുടങ്ങിയ ഇറച്ചികളെല്ലാം നമ്മൾ ആനിമൽ പ്രോട്ടീൻ ഒരുപാട് കൂടുതൽ കഴിക്കുന്നത് തീർച്ചയായിട്ടും ഓൺകോജീൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടൊരു കാരണമാകാറുണ്ട്. അതേപോലെ തന്നെ സ്വീറ്റ്സിൻ്റെ കൺസപ്ഷൻ, ബേക്കറി സാധനങ്ങളായിട്ടുള്ള ഇപ്പം ചോക്ലേറ്റ് ആണെങ്കിലും ഒത്തിരി മധുരമുള്ള സാധനങ്ങളാണെങ്കിലും ഒരുപാട് കഴിക്കുന്നത് നമുക്ക് ക്യാൻസർ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കാരണമാകും.
അപ്പോൾ ആഹാരശീലങ്ങളിൽ കൂടുതലായിട്ടും നമ്മൾ പച്ചക്കറികളും ഇലക്കറികളും അധികം മധുരമില്ലാത്ത പഴങ്ങളും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പഴങ്ങൾ നമ്മുടെ തൊടിയിൽ തന്നെ വളരുന്ന വൃക്ഷങ്ങളിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളാകാൻ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുക. ഇനി ഈ ക്യാൻസറിനെ എല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അത്ഭുത പ്രതിഭാസമാണ് ഓട്ടോഫേജി എന്ന് പറയുന്നത്. അത് 2016 നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു കണ്ടുപിടുത്തമായിരുന്നു. യാഷിനോറി ഓസുമി എന്ന് പറയുന്ന ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന് ഫിസിയോളജി ഓഫ് മെഡിസിനിൽ നോബൽ പ്രൈസ് 2016 ഏതാണ്ട് 6-7 വർഷങ്ങൾക്ക് മുൻപ് കിട്ടിയിരിക്കുന്ന വളരെ വിപ്ലവകരമായിട്ടുള്ള ഈ കണ്ടുപിടുത്തത്തിന് ഓട്ടോഫേജി എന്നാണ് പേര് പറയുക. ഓട്ടോഫേജി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ സെൽസിനെ, ക്യാൻസർ സെൽസിനെ നമ്മുടെ തന്നെ കോശങ്ങൾ തന്നെ കാർന്ന് തിന്നുന്ന ഒരവസ്ഥ. അതായത് അവരെ സ്റ്റാർവ് ചെയ്ത് അവരെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്നുള്ളത്. അതിന് വേറൊന്നുമല്ല, നമ്മൾ കൃത്യമായിട്ടുള്ള ഫാസ്റ്റിംഗ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു 16-18 മണിക്കൂർ ഒരു ദിവസം നമുക്ക് കൊടുക്കാൻ, ഫാസ്റ്റിങ്ങിന് വേണ്ടി കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി ഓട്ടോഫേജി എന്ന പ്രതിഭാസം വഴി നമ്മുടെ ക്യാൻസർ സെൽസിനെ കൊന്നൊടുക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഒരു 3 മാസത്തിലൊരിക്കലോ എങ്കിലും ഈ പറയുന്ന ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, അത് 16 മണിക്കൂറോ 18 മണിക്കൂറോ എങ്കിലും നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയുവാണെങ്കിൽ അത് തന്നെ നമ്മുടെ ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് ഏറ്റവും വളരെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളത് ഓർക്കുക. ഈ ഓട്ടോഫേജി എന്ന വാക്കിന് സെൽഫ് ഈറ്റിംഗ് എന്നൊരർത്ഥം കൂടിയുണ്ട്. അതായത് നമ്മുടെ ക്യാൻസർ സെൽസിനെ നമ്മുടെ കോശങ്ങൾ ഉപയോഗിച്ച് തന്നെ അങ്ങ് കാർന്ന് തിന്നുക. ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം പോലെ ഒരാളെ പുറത്താക്കാനായിട്ട് അവനെ വെടിവെച്ച് കൊല്ലുമൊന്നും വേണ്ട. അവിടുത്തെ ലൈറ്റും ഫാനും ഒക്കെ അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കതവും അങ്ങ് അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ജനലും എല്ലാം അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് തന്നെ മനസ്സിലാക്കും ഇറങ്ങിപ്പോകാനുള്ള സമയമായി എന്നുള്ളത്. ഇതുപോലെ നമുക്ക് ഈ സെൽഫ് ഈറ്റിംഗ് വഴി, ഓട്ടോഫേജി വഴി ക്യാൻസറിനെ പടിക്ക് പുറത്ത് നിർത്താനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. നല്ല ആരോഗ്യം ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിബിൻ ജോസ്, പൾമ മെഡിക്കൽ സെൻറ്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി.